योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. എപ്പോഴാണ് നമുക്ക് ആത്മവിചാരത്തിന് ഉള്ള അധികാരം ഉണ്ടാവണത് എന്നുള്ളതൊരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരം എപ്പോ നമുക്ക് ആത്മവിചാരം ചെയ്യാനുള്ള ജിജ്ഞാസ ഉണ്ടാവണോ അപ്പോ അധികാരമുണ്ട്. ആ ജിജ്ഞാസ പൊതുവെ ഒരാൾക്ക് വിവേകമുണ്ടാവുമ്പോ, വൈരാഗ്യമുണ്ടാവുമ്പോ പ്രബലമായിട്ട് ഉള്ളില് ഉണ്ടാവും. അതുമാത്രമാണ് അതിന് കണ്ടീഷൻ. പ്രബലമായി ജ്ഞാനവിചാരത്തിനുള്ള അർജ് ഉള്ളിലുണ്ടായാൽ അവര് അധികാരികളാണ്. ആത്മജ്ഞാനം, ആത്മാനുഭവം പ്രാരബ്ധം അനുസരിച്ചാണോ ഉണ്ടാവുക? ആത്മാനുഭൂതി ഒഴിച്ച് ബാക്കിയെല്ലാം പ്രാരബ്ധാണ്. ആത്മാനുഭവം ഒഴിച്ച് ബാക്കി സകലതും പ്രാരബ്ധമാണ്. അതുകൊണ്ട് ബാക്കി ഒന്നിലും തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ വിടണോ പിടിക്കണോ അധികാരമല്ല. ഇപ്പൊ ഇവിടുന്ന് ഈ പ്രഭാഷണം കഴിഞ്ഞ് നമ്മൾ എവിടേക്ക് പോകുമെന്നുള്ളത് പോലും നിശ്ചയമായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ തീരുമാനിച്ചിട്ട് വന്നിട്ടുണ്ടാവും വീട്ടിലേക്ക് പോകുമെന്ന്. ചിലപ്പോ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ചിലപ്പോ വേറെ ആരെങ്കിലും വന്ന് എവിടെയെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ട് പോയേക്കാം, വേറെ എവിടെയെങ്കിലേക്കൊക്കെ പോയേക്കാം, വേറെ എന്തെങ്കിലുമൊക്കെ നടന്നേക്കാം. നെക്സ്റ്റ് മൊമെന്റ് ശരീരത്തിന്റെ കാര്യത്തിൽ എനിക്കൊരു പ്രഡിക്ഷനും സാധ്യമല്ല. ആത്മാനുഭവം മാത്രം പ്രാരബ്ധമല്ല. കാരണം എന്താന്ന് വെച്ചാൽ അത് ഇപ്പോ ഇവിടെ ഉള്ളതാണ്. അതുകൊണ്ട് അതിനെ മാത്രം ഒരു വിധത്തിലുള്ള നാച്ചുറൽ ലോസ് ഇൻ എനി ഫോം cannot influence it. You are absolutely free to attain it because the very nature of it is freedom. It is already attained. It is already there. ബാക്കിയൊക്കെ തന്നെ ഒന്നും പറയാനൊക്കുകയില്ല. അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ സുഷുപ്തിയേക സിദ്ധ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ശ്ലോകത്തിൽ അനാത്മാശ്രയോഹം മമാധ്യാസ ഹാനാത്ത് എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ശ്ലോകത്തിൽ വീണ്ടും സുഷുപ്തവും നിരസ്താദിശൂന്യാത്മകത്വാ എന്ന് പറഞ്ഞു. നാലാമത്തെ ശ്ലോകത്തിൽ വിശിഷ്ടാനുഭൂത്യ വിശുദ്ധാത്മകത്വാ. ഈ നാലും ഇത്രയും നേരം നമ്മൾ കണ്ടത് അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് അറ്റൈനബിൾ ആണെന്നാണ്. ഒരേ ഒരു ഹേതു പറയേണ്ട ശാസ്ത്രം ഉപനിഷത്ത് തന്നെ പറയണു, ആത്മാവ് തന്നെ ആത്മാവിനെ വെളിപ്പെടുത്തണം എന്നാണ്. യമേവൈഷ വൃണുതേ തേന ലഭ്യഃ തസ്യൈഷ ആത്മാ വിവൃണുതേ തനും സ്വാം. It initiates you and it reveals itself to you. From within it initiates you, and from within it reveals.
വാസ്തവത്തിൽ അത് എപ്പോഴും വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്, മറച്ചിട്ടൊന്നുമില്ല. മറച്ചിട്ടുണ്ട് എന്നുള്ളത് ബുദ്ധിയിലുള്ളൊരു അജ്ഞാനാണ്. ഒരു മറയുമില്ല. ഒരു മറയും കൂടാതെ എപ്പോഴും നിർമ്മലമായിട്ട് നിരാവരണമായിട്ട് പ്രകാശിക്കുന്നുണ്ട്. അതാണ് വിശിഷ്ടാനുഭൂതി എന്ന് പറഞ്ഞു. വിശിഷ്ടാനുഭൂതി, അനുഭൂതി എന്നുള്ളത് ആ വാക്ക് എല്ലാത്തിലും നമ്മൾ പ്രയോഗിക്കുന്നത് കൊണ്ടാണ് ആത്മാനുഭവത്തിന് ഒരു പ്രത്യേക വാക്ക് ഉപയോഗിച്ചു, വിശിഷ്ടാനുഭൂതി എന്ന് ഉപയോഗിച്ചു. അല്ലെങ്കിൽ അനുഭൂതി മതി. അനുഭൂതി എന്ന് പറയുന്നത് തന്നെ ആത്മാനുഭവത്തിന് മാത്രം യോജിക്കുന്ന വാക്കാണ്. നമ്മളൊരു വെളിച്ചം കണ്ടു, അല്ലെങ്കിൽ ഒരു ദേവതയെ കണ്ടു, അല്ലെങ്കിൽ നല്ലൊരു പാട്ട് കച്ചേരിയോ അല്ലെങ്കിൽ ഡാൻസോ അല്ലെങ്കിൽ നല്ല പ്രകൃതിയുടെ സൗന്ദര്യമോ ഒക്കെ കാണുന്നതൊക്കെ നമ്മളെ നല്ല അനുഭൂതിയായിരുന്നു. ആ അനുഭവത്തിനെ അവിടെ പറയേണ്ടത് അതൊരു തരത്തിൽ അനുഭൂതിയാണ്. കാരണം അനുഭൂതിയോട് യോജിച്ചാണ് നിൽക്കുന്നത്. എങ്കിലും വേദാന്ത വിചാരപ്പടി അനുഭൂതി എന്നുള്ള വാക്ക് ആത്മാവിന് മാത്രം ചേരണതാണ്, ആത്മാനുഭവത്തിന് മാത്രം ചേരണതാണ്. എക്സ്പീരിയൻസ് ആസ് സച്ച് ഇസ് ദ നേച്ചർ ഓഫ് സെൽഫ്. ഞാനുണ്ട് എന്നുള്ളത് മാത്രമാണ് അനുഭവം. വിശിഷ്ടാനുഭൂത്യ നോക്കൂ, ന സാഖ്യം ന ശൈവം ന തത് പാഞ്ചരാത്രം ന ജൈനം ന മീമാംസകാദേർ മതം വാ. സാഖ്യം ഇന്നലെ പറഞ്ഞു, പ്രകൃതി പുരുഷ വിവേചനം. അതായത് അവർ ഒരു സ്റ്റേജ് വരെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് അവർ വേദാന്തികളുടെ മുന്നോടിയാണ്. സാക്ഷിഭാവം വരെ കൊണ്ടുപോകും. എല്ലാത്തിനും സാക്ഷിയാണ്, വിറ്റ്നസ് ഹുഡ്. അതുവരെ അവർ കൊണ്ടുപോകും. പക്ഷെ അവിടെയും പൂർണ്ണമായില്ല. കാരണം കാണുന്നവനും കാണപ്പെടുന്ന വസ്തുവുമുണ്ട്. പാഞ്ചരാത്രം പറഞ്ഞു, വൈഷ്ണവാഗമാണ്. ശൈവം, ശൈവാഗമം. ജൈനം, ജൈൻസിന്റെ ജൈനമതം, വർദ്ധമാന മഹാവീര സമ്പ്രദായം, അത് വൈരാഗ്യപ്രധാനാണ്. വൈരാഗ്യമാണ് അവിടെ പ്രധാനമായിട്ട്. അവിടെയും ജൈനമതത്തിനും ബൗദ്ധമതത്തിനും ഒക്കെ അധ്യാത്മമായിട്ടൊക്കെ അതിന് പുരോഗതിയൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്താ അവിടെ കുഴപ്പം എന്ന് വെച്ചാൽ, തെളിഞ്ഞ് ഈ വേദാന്തം തെളിവായിട്ട് സത്യത്തിനെ പറഞ്ഞു തന്ന പോലെ ഇവരാരും പറഞ്ഞില്ല. ഇത്രയും തെളിവായിട്ട് ബുദ്ധനും പറഞ്ഞില്ല, ജിനനും പറഞ്ഞില്ല. അവരൊക്കെ മഹാപുരുഷന്മാരായിരുന്നു, ഒന്നും സംശയമില്ല. പക്ഷേ ഈ ശ്രുതി പറഞ്ഞ പോലെ, ഈ 4 മഹാവാക്യത്തിൽ ചുരുക്കുന്ന പോലെ ഒരിക്കലും ആ മതത്തിനൊന്നും ചുരുക്കാൻ പറ്റില്ല. അതൊക്കെ തന്നെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒക്കെ ധർമ്മങ്ങളെ ഒക്കെ ഈ ആത്മവിദ്യയിൽ കൂട്ടിക്കുഴച്ച റിലീജിയൻസ് ആണ്. സന്യാസമോ അല്ലെങ്കിൽ വൈരാഗ്യമോ വസ്ത്രം ഉടുക്കാതിരിക്കലോ മറ്റു പല ആചാരങ്ങളും ജ്ഞാനത്തിനോടുകൂടെ കൂടിക്കുഴഞ്ഞിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് അതൊന്നും പൂർണ്ണമല്ല എന്ന് ശങ്കരൻ ശഠിച്ചതും. അല്ലാതെ ഒന്നിനോടും വിരോധമല്ല. അതൊക്കെ എതുവരെ കൂട്ടിക്കൊണ്ടുപോവുക അതുവരെ നന്ന്. പക്ഷെ അത് വഴി കാണിക്കാൻ പോരാ എന്നാണ്. ന സാഖ്യം ന ശൈവം ന തത് പാഞ്ചരാത്രം. ശൈവം പാഞ്ചരാത്രം എല്ലാത്തിനെയും നമ്മൾ സ്വീകരിക്കണു. ഏതുവരെ കൊണ്ടുപോവോ അതുവരെ. അതില് സാധനാസംബന്ധിയായി എന്തൊക്കെ ഉണ്ടോ അതൊക്കെ സ്വീകരിക്കാമെന്ന്. ഭക്തിക്ക് ഉപാസനയ്ക്കുള്ള മാർഗമൊക്കെ ശൈവത്തിലും സ്വീകരിക്കാം, പാഞ്ചരാത്രത്തിലും സ്വീകരിക്കാം.
വൈരാഗ്യത്തിനെ ജൈനമതത്തിൽ സ്വീകരിക്കാം, ബൗദ്ധത്തിൽ സ്വീകരിക്കാം. മീമാംസ എന്ന് വെച്ചാൽ വിചാരം എന്നാണ് അർത്ഥം. ശരിക്കും വേദാന്തമും മീമാംസയാണ്. പക്ഷെ ഉത്തരമീമാംസ എന്ന് പേര് വേദാന്തത്തിന്. പൂർവമീമാംസ, ഉത്തരമീമാംസ. പൂർവമീമാംസ എന്ന് വെച്ചാൽ കർമ്മകാണ്ഡ ഭാഗം, വേദത്തിലുള്ള കർമ്മകാണ്ഡ ഭാഗം. അതും എതുവരെ കൊണ്ടുപോകും? ചിത്തശുദ്ധി. നിഷ്കാമമായിട്ട് കർമ്മത്തിനെ അനുഷ്ഠാനം ചെയ്ത് ചിത്തത്തിനെ ശുദ്ധമാക്കാനും ഒരുപാട് നിയന്ത്രണം കർമ്മകാണ്ഡത്തിലുള്ള വേദഭാഗങ്ങളെ ഭക്തിയോടെ അനുഷ്ഠിക്കുന്നവർക്ക് ശരീരമണ്ഡലത്തിൽ ഒരുപാട് നിയന്ത്രണം ഉണ്ടാവും. അപ്പൊ അതുവരെ ശരി. അതൊക്കെ തന്നെ നമ്മളെ ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നമ്മൾക്കൊരു ശുദ്ധി തരും. എല്ലാം സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് നമ്മളെ അറിയാൻ ഒരു ശാസ്ത്രത്തിന്റെയും ആവശ്യമില്ല എന്നുള്ളതാണ് സിമ്പിൾ കോമൺ സെൻസ്. ആത്മാവിനെ അറിയാൻ പുറത്തുള്ള പുസ്തകം എന്തിനാ? രമണ ഭഗവാൻ അടുത്ത് ചോദിച്ചു, ആത്മാവ് ഉള്ളിലുണ്ട്, പുസ്തകം പുറത്തുണ്ട്. നിത്യസിദ്ധമായിട്ടുള്ള വസ്തുവിനെ അറിയാൻ പുറത്തുനിന്നൊരു പുസ്തകമാണോ? നിത്യസിദ്ധമായ അനുഭവത്തിനെ അറിയാൻ പുറത്തുനിന്നൊരു ശാസ്ത്രമാണോ? അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ജ്ഞാനികൾ ഉണ്ടായിരുന്നില്ലേ ഇവിടെ? പുസ്തകങ്ങൾ കൊണ്ട് എത്ര ജ്ഞാനികൾ ഉണ്ടായി? ഒരു മഹാത്മാവിനെ ഒരു വലിയ ലൈബ്രറിക്ക് കൂട്ടിക്കൊണ്ടുപോയി ധാരാളം പുസ്തകങ്ങൾ കാണിച്ചു കൊടുത്തു. അതൊക്കെ കണ്ടിട്ട് പറഞ്ഞു, ഇത്രയും പുസ്തകങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആളുകൾ ജ്ഞാനികളാവണമെന്നുണ്ടെങ്കിൽ വലിയ കാര്യം തന്നെയാണെന്നാണ്. ഇത്രയും പുസ്തകങ്ങൾ ഉണ്ടായിരുന്നിട്ടും എന്നുവെച്ചാൽ ഇത് കൺഫ്യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. കുറെ പുസ്തകങ്ങൾ പഠിക്കുമ്പോ സാധാരണ ആളുകൾക്ക് ഇല്ലാത്ത സംശയങ്ങളാണ് അവർക്ക്. അതുമൊക്കെ തന്നെ ഒരു സംസാരമാണ്. ഈ പുസ്തകങ്ങളൊക്കെ തന്നെ അവരുടെ ഉള്ളിൽ ഒരു ലോകത്തിനെ സൃഷ്ടിക്കുകയാണ്. പുറമേ നിന്നുള്ള അറിവ് നമുക്കില്ലാതെ ധാരാളമായിട്ട് കഴിയാം. ഒരിക്കലും പുറമേയുള്ള വസ്തുവിനെ ആശ്രയിച്ചുകൊണ്ടല്ല നമ്മളുടെ സ്ഥിതി. നമ്മളെ സ്വയം പ്രകാശമാനമായ വസ്തുവാണ്. അതുകൊണ്ട് തന്നെ ആത്മാനുഭവത്തിന് പുസ്തകങ്ങളൊന്നും ആവശ്യമില്ല. പിന്നെ നമ്മൾ പലതും ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതുപോലെ അതും ഒരു സഹായം, അത്രയേ ഉള്ളൂ. അത് ഒരു കാരണമായേക്കാം. ഉള്ളിലുള്ള അന്തര്യാമി തന്നെ വെളിയിൽ എന്തിനെങ്കിലുമൊക്കെ പിടിച്ച് തന്നെ കാണിച്ചു തരും. നമ്മളൊരു കണ്ണാടി നോക്കിയിട്ട് മുഖം കാണുന്ന പോലെ എന്തിനെങ്കിലുമൊക്കെ നോക്കിയിട്ട്, പുസ്തകത്തിലല്ലല്ലോ ജ്ഞാനം. ജ്ഞാനം ഇവിടെയാണല്ലോ ഉണ്ടാവണത്. പുസ്തകത്തിൽ ജ്ഞാനം ഉണ്ടാവണല്ലോ. ജ്ഞാനം ഹൃദയത്തിലാണല്ലോ ഉണ്ടാവണത്. പുസ്തകം ചിലപ്പോ ഒരു കാരണമായേക്കാം. അപ്പോ സാഖ്യമോ ശൈവമോ പാഞ്ചരാത്രമോ മീമാംസയോ യാതൊന്നും തന്നെ പുറമേ നിന്നുള്ള ഒരു ശാസ്ത്രവും ആത്മാനുഭവത്തിനും വാസ്തവത്തിൽ ആവശ്യമില്ല. അവരൊക്കെ തന്നെ ശരീരത്തിന്റെ തലത്തിൽ, മനസ്സിന്റെ തലത്തിൽ, ബുദ്ധിയുടെ തലത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു തരികയാണെങ്കിൽ നല്ലത്. ഇരിക്കട്ടെ. വിശിഷ്ടാനുഭൂത്യ, ആത്മാനുഭവമാവട്ടെ വിശിഷ്ടാനുഭൂതിയാണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും പുറമേ നിന്നൊന്നും ഒരു വിധത്തിലുള്ള ഇൻഫ്ലുവൻസും ഇല്ലാതെ സ്വയം ജ്വലിക്കുന്നതും വിശുദ്ധ ആത്മകത്വാത്. ഈ വിശിഷ്ടാനുഭൂതിയെ ഒന്നുകൂടെ തെളിവാക്കി കാണിക്കുകയാണ്. വിശുദ്ധ ആത്മകത്വാത്. പ്രസിദ്ധമായിട്ട്, ഏറ്റവും പ്രസിദ്ധം എന്താ? ലോകത്തിലുള്ള ഒന്നും പ്രസിദ്ധമല്ല, നമ്മൾ തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രസിദ്ധം. നമുക്ക് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് നമ്മൾ തന്നെയാണ്. ഈ പുറമേ ഉള്ള വസ്തുക്കളെയൊക്കെ നമ്മൾ അറിയണത് ബുദ്ധി വെച്ചുകൊണ്ടാണല്ലോ. അതൊക്കെ തന്നെ എത്ര നേരം നിൽക്കും? ഒന്ന് ആലോചിച്ച് നോക്കാം. ഏറ്റവും മനുഷ്യർക്ക് വളരെ ചീപ്പായിട്ടുള്ള ഒരു ആഗ്രഹമാണ് നമ്മളെ എല്ലാവരും അറിയണം എന്നുള്ളത്.
ലോകത്തിലുള്ള സെലിബ്രിറ്റീസ്, അവർക്ക് ഒരു കൂലിപ്പണിക്കാരനേക്കാളും കൂടുതൽ വലിയ സന്തോഷമൊന്നും ഉണ്ടാവാൻ പോണില്ല. അത് വെറും ഒരു ഭ്രമാണ്. ഒരു സിനിമ ആക്ടർ ആയാൽ എല്ലാവർക്കും അവരെ അറിയാം, അതുകൊണ്ട് അവർക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവോ? ഒന്നും ഉണ്ടാവില്ല. മാത്രമല്ല, ലോകത്തിൽ ആരും മറ്റുള്ളവരെ കുറിച്ച് കൺസേൺഡേ അല്ല. അതൊരു വെറും ഭ്രമാണ്. നിങ്ങളൊക്കെ ഇപ്പൊ എന്റെ മുമ്പിൽ വന്നിരിക്കേണ്ട കുറച്ചു നേരത്തേക്ക് ഇതൊക്കെ കേൾക്കും, ആഹാ ഊഹു എന്ന് പറയാം. അത് നിങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളാണ് പ്രധാനം, ഞാനൊന്നുമല്ല. ഈ പറയുമ്പോ കുറച്ചു നേരം നിങ്ങൾ കേൾക്കും, ആസ്വദിക്കും, എല്ലാം കഴിഞ്ഞു എന്നല്ലാതെ നമസ്കരിക്കും ഒക്കെ ചെയ്യും. അതൊക്കെ എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടുകയാണെങ്കിൽ നല്ലത്. നിങ്ങൾക്ക് സന്തോഷം, നിങ്ങൾക്ക് എല്ലാം, എല്ലാവർക്കും അവരവരിലാണ് നിഷ്ഠ. അതുകൊണ്ട് ലോകത്തിൽ എത്ര വലിയ പ്രസിദ്ധനായാലും ഒരിക്കലും എല്ലാവരുടെ ഉള്ളിലും സ്ഥാനം പിടിക്കാൻ ആർക്ക് സാധിക്കില്ല. ഒരു വസ്തുവേ ഉള്ളൂ ഏറ്റവും പ്രസിദ്ധം, അവനവൻ മാത്രം. ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത സത്യമാണ്. ഒരു തമാശ നടന്നപ്പോ, ഞങ്ങള് രാമേശ്വരത്തുള്ളപ്പോ വിശ്വനാഥ് മാമ ഒരു ജോക്ക് അടിച്ചു. ഒരു തമാശ, കുറെ 10-30 പേര് കൂടെ ഉണ്ട്. അപ്പോ മാമ ഒരു തമാശയായിട്ട് പറഞ്ഞു, രാമേശ്വരത്തില് രാമനാഥപുരത്തില് 3 മഹാത്മാക്കൾ ജനിച്ചിട്ടുണ്ട്. ഒന്ന് മുരുകനാർ സ്വാമി, മുരുകനാറുടെ ആരാധനയായിരുന്നു. 2 അബ്ദുൽ കലാം, 3 വിശ്വനാഥ മാമ. അമ്മ ഒരു മഹാത്മാവാണല്ലോ, സംശയമൊന്നും വേണ്ട. അപ്പോ നമ്മുടെ കൂടെ ഒരു 10-30 പേരുണ്ടായിരുന്നു. അതിലൊരു പാട്ടിക്ക് ഒരു സംശയം, ഈ അബ്ദുൽ കലാം ആര്? അവർക്കത് അറിയില്ല, അവരത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല അങ്ങനെ ഒരു കാര്യം. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക, എല്ലാവർക്കും എല്ലാവരുടെയും ചെവിയിലെത്താനൊന്നും പറ്റില്ല, എല്ലാവർക്കും എല്ലാവരെയും അറിയാനൊന്നും പറ്റില്ല. മാത്രമല്ല, എല്ലാവരും നമ്മളെ അറിഞ്ഞതുകൊണ്ട് നമുക്ക് സന്തോഷമൊന്നും വരില്ല. മറ്റുള്ളവർ നമ്മളെ അറിയണത് എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ശരീരത്തിന്റെ രൂപത്തിനെ അല്ലാതെ വേറെ എന്തിനെങ്കിലും മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുമോ? എന്നെ ഒരിക്കലും നിങ്ങൾക്ക് അറിയാനേ പറ്റില്ല. എന്റെ ഈ രൂപം കാണാനേ നിങ്ങൾക്ക് ഒക്കുള്ളൂ, അതിനെ ഓർക്കാനേ പറ്റുള്ളൂ. നിങ്ങളെ ഞാൻ ഓർക്കുമ്പോ നിങ്ങളുടെ ഈ രൂപമാണ് എന്റെ ഉള്ളിൽ വരണത്, അല്ലേ? നിങ്ങളെ ഞാൻ ഓർക്കുമ്പോ നിങ്ങളുടെ ഈ രൂപമാണ് എന്റെ ഉള്ളിൽ വരണത്. പക്ഷെ നിങ്ങളെ ഓർക്കുമ്പോ എപ്പോഴെങ്കിലുമൊക്കെ ഈ രൂപം ഉള്ളിൽ വന്നിട്ടുണ്ടോ? നിങ്ങളുടെ രൂപം സാധ്യമാണോ? അത് ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഒരു വലിയൊരു ഉണ്മയാണത്. മറ്റുള്ളവരെ ഓർക്കുമ്പോ അവരുടെ രൂപമാണ് നമ്മൾ ധരിക്കുന്നത്. നമുക്കൊരിക്കലും സാധിക്കാത്ത ഒരു കാര്യമാണ് നമ്മളെ കുറിച്ച് ഓർക്കുമ്പോ. വാസ്തവത്തിൽ നമ്മളെ ഓർക്കാൻ നമുക്ക് പറ്റുമോ? നമ്മൾ ഓർമ്മയ്ക്ക് വിഷയമാണോ? മറവിയുണ്ടെങ്കിലല്ലേ ഓർക്കാൻ. ഓർക്കുക, മറക്കുക, ഇതൊക്കെ ബുദ്ധിയുടെ മണ്ഡലത്തിലാണ്. ഞാൻ എന്നുള്ള അനുഭവത്തിനെ ഓർക്കാനോ മറക്കാനോ ഒന്നും സാധിക്കില്ല. അന്യമായ വസ്തുക്കളെയാണ് ഓർക്കണതും മറക്കണതും ഒക്കെ. ആത്മാവിനെ ഓർക്കാനോ മറക്കാനോ ഒന്നും പറ്റില്ല. അവനവനെ ഓർക്കാനും പറ്റില്ല, മറക്കാനും പറ്റില്ല. അഹേയം അനുപാദേയം. സ്മൃതി, ജ്ഞാനം, അപോഹനം ഒക്കെ തന്നെ പുറത്തുള്ള വിഷയങ്ങളെയാണ്. ഒരു വസ്തുവിനെ അറിയൽ, മറക്കൽ, ഓർക്കൽ ഒക്കെ പുറത്തുള്ളതിനെയാണ്. അവനവനെ അറിയാനും പറ്റില്ല, മറക്കാനും പറ്റില്ല, ഓർക്കാനും പറ്റില്ല. എപ്പോഴും സിദ്ധമാണ് ആ അനുഭവം. നിങ്ങളെ ഞാൻ അറിയുന്നത് നിങ്ങളുടെ ഈ രൂപത്തിനെയാണ്. നിങ്ങളുടെ ഈ രൂപം നിങ്ങളെ സംബന്ധിച്ച് സത്യമേ അല്ല. അതായത്
നിങ്ങളെ അനുഭവിക്കുന്ന പോലെ ഒരിക്കലും നിങ്ങളെ എനിക്ക് അനുഭവിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെ എല്ലാവരും അറിയണമെന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? ഒന്നും അറിയാൻ പറ്റില്ല. നമ്മളെ നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് നമ്മളുടെ സത്തയെ അനുഭവിക്കാനേ സാധിക്കുകയുള്ളൂ. ആ അനുഭവം നിത്യസിദ്ധമാണ്. അതാണ് വിശിഷ്ട അനുഭൂതി, വിശുദ്ധാത്മകത്വം എന്നൊക്കെ പറഞ്ഞു. എപ്പോഴും നമുക്ക് പ്രസിദ്ധം എന്ന് വെച്ചാൽ ഫേമസ് എന്ന അർത്ഥമല്ല, എവർ എക്സ്പീരിയൻസ്ഡ്, എവർ നോൺ. എപ്പോഴും അനുഭവത്തിലുള്ളത് ഒന്നു മാത്രമാണ്, അവനവൻ മാത്രം. തനിക്ക് താനും പെരയ്ക്ക് തൂണും എന്ന് പറയും. അത് ശരീരത്തിന്റെ തലത്തിൽ ശരിയല്ല. തനിക്ക് താനും എന്ന് വെച്ചാൽ തന്റെ യഥാർത്ഥ സ്വരൂപം. വിശിഷ്ട അനുഭൂത്യാ വിശിഷ്ടാനുഭൂതി എന്ന് വെച്ചാൽ പുറമേ നിന്നും ഒന്നിന്റെയും സഹായം കൂടാതെ ജ്വലിക്കുന്നതായ സത്തയുടെ എക്സ്പീരിയൻസ്, ഇരുപ്പിന്റെ അനുഭവം. ഇരുപ്പ്, അഹം 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 എന്ന ഉണർവ്, ബോധം, അവബോധം, ജ്ഞപ്തി, പ്രജ്ഞ. അത് വിശുദ്ധാത്മകത്വാത്, അത് വിശുദ്ധമായ ആത്മാവാണ് എന്നുള്ളത് കൊണ്ട്, പഞ്ചമിയാണ് എന്നുള്ളത് കൊണ്ട്, കാരണം അത് വിശിഷ്ടാനുഭൂതിയാണ്. വിശുദ്ധ ആത്മ എന്ന് വെച്ചാൽ ഒന്നിനോടും കലർപ്പില്ലാതെ നിൽക്കണു എന്നുള്ളത് കൊണ്ട്. ഈ ബോധത്തിനെ അറിയുമ്പോ അസംഗോഹി അയം പുരുഷ, അത് ഒന്നിനോടും അതിന് പറ്റുമാനമില്ല, അതിന് സംഘമില്ല, അതിന് മനസ്സിനോട് സംഘമില്ല, ശരീരത്തിനോട് സംഘമില്ല, സൂക്ഷ്മ ശരീരത്തിനോട് സംഘമില്ല, സ്ഥൂലം സൂക്ഷ്മം കാരണം ഒന്നിനോടും സംഘമില്ല. ശരീരത്തിന്റെ കർമ്മത്തിനോടോ മനസ്സിന്റെ ചിത്തവൃത്തികളോടോ കാരണശരീരത്തിന്റെ ഉറക്കം, മൂർച്ച, സമാധി മുതലായ അവസ്ഥകളോടോ ഒന്നിനോടും നിത്യസിദ്ധമായി പ്രജ്ഞയ്ക്ക് സംഘമേയില്ല. അതിനെയാണ് ശിവം എന്ന് പറഞ്ഞത്. അത് വിശിഷ്ട അനുഭൂതിയാണ്, വിശുദ്ധമായ ബോധമാണ്. അതിനെ അറിയാൻ പുറമേ നിന്ന് ഒരു ഗ്രന്ഥത്തിന്റെയും പുസ്തകത്തിന്റെയും ശാസ്ത്രത്തിന്റെയും സമ്പ്രദായത്തിന്റെയും മതങ്ങളുടെയും ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ കൾച്ചറുടെ ഭാഗമാണ്, സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതൊക്കെ എല്ലാ കാലത്തും ഒന്നല്ലെങ്കിൽ മറ്റൊന്നുണ്ടാവും. ഇതിന്റെ നടുവിൽ അപൂർവം അവിടെ ജ്ഞാനികളും ഉണ്ടാവും. അവര് നമുക്ക് സത്യത്തിനെ കാണിച്ചു തരുന്നവരാണ്. അവർക്ക് ശേഷം അതൊരു മതമായിട്ട് മാറിയേക്കാം. ബുദ്ധന് ശേഷം ബുദ്ധമതം ഉണ്ടായി, വർദ്ധമാന മഹാവീരന് ശേഷം ജൈന മതം ഉണ്ടായി. എല്ലാം ഒരു മതമായിട്ട് മാറും. കുറെ കഴിയുമ്പോ ആ മതത്തിൽ തുടർന്നു വരുന്നവരുടെ ഇടയിലും ചിലരൊക്കെ ആ സത്യത്തിനെ കണ്ടെത്തിന്ന് വരും. പക്ഷേ ഗ്യാരണ്ടി ഒന്നുമില്ല ഈ സമ്പ്രദായത്തിൽ വരുന്നവരെല്ലാം അതിലേക്ക് വരും. നമ്മൾ വിശ്വാസത്തിന് വേണ്ടിയൊക്കെ പറയും, ഈ സമ്പ്രദായത്തിൽ വന്നാൽ എല്ലാവരും നേടിയെടുക്കും എന്നൊക്കെ പറയും. പലർക്കും അത് ലക്ഷ്യമേ അല്ല. അപ്പോ സാഖ്യം, ശൈവം, പാഞ്ചരാത്രം, ജൈനം, ബൗദ്ധം, ക്രിസ്തുമതം, ഇസ്ലാം മതം, എല്ലാ സമ്പ്രദായങ്ങളും ഉണ്ടല്ലോ ലോകത്തില്. എല്ലാ സമ്പ്രദായങ്ങളും ലോകത്തിൽ ജീവിക്കാനുള്ള പദ്ധതികളായിട്ടാണ് മാറിയിരിക്കുന്നത്. നമുക്ക് ഒരു
പദ്ധതികളാണ്. ഇങ്ങനെ ജീവിക്കണം, അങ്ങനെ ജീവിക്കണം, നമ്മൾ ഇന്ന ചിട്ടയിൽ ജീവിക്കണം, ഇന്ന രീതിയിൽ ജീവിക്കണം. അങ്ങനെ പല സമ്പ്രദായങ്ങളാണ് ലോകത്തിൽ ഉണ്ടായിരിക്കുന്നത്. വിചിത്രമായ ആചാരങ്ങളും സമ്പ്രദായങ്ങളും ഓരോരുത്തർക്കും ഉണ്ട്. ഒരു യുക്തിയുമില്ലാത്ത ആചാരങ്ങളാണെങ്കിലും എങ്ങനെയോ വന്ന് പെട്ടതാണെങ്കിലും നമ്മൾ കൊണ്ടു നടക്കും. ഇതൊക്കെ തന്നെ പാരമാർത്ഥികമാണെന്ന് വിശ്വസിക്കും. എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഏത് പരമ്പരയിൽ വന്നുവോ നമ്മൾ നിശ്ചയമായിട്ടും ശഠിക്കും അതാണ് ശ്രേഷ്ഠം. അതിന് കാരണം എന്താ? ഒറ്റ സിമ്പിൾ ലോജിക്ക് എന്താന്ന് വെച്ചാൽ ഞാൻ അതിൽ ജനിച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ജയിലിൽ പോലും 10 വർഷം കിടന്നാൽ ജയിലിൽ നിന്ന് പുറത്തു വന്ന ആൾക്ക് വേറെ വിശാലമായ മുറികളിൽ താമസിക്കാനൊന്നും ഇഷ്ടാവില്ല. അയാൾ പറയും ആ ജയിൽവാസത്തിന്റെ ഒരു സുഖം എന്ന് പറയും. അതിന് കാരണം എന്താന്ന് വെച്ചാൽ സുഖം നമ്മളുടെ സ്വരൂപമാണ്. വളരെ വളരെ വിചിത്രമാണത്. അത് ചിലപ്പോ നമ്മൾ എത്ര നെഗറ്റീവ് കണ്ടീഷൻസിലും ദ നേച്ചർ ഓഫ് ദ സെൽഫ് വിൽ മാനിഫെസ്റ്റ് ആഫ്റ്റർ സം ടൈം. ഈ സ്വാതന്ത്ര്യ സമരകാലത്തൊക്കെ പലരെയും പിടിച്ച് ജയിലിലിട്ട് അന്തമാൻ ദ്വീപിൽ കൊണ്ടുപോയിട്ട് ജയിലിലിട്ട് അവരെ ഇരിക്കാൻ സമ്മതിക്കില്ല. ഇവിടെ ഇരുമ്പ് ഇടുപ്പിൽ കെട്ടിയിട്ടിട്ട് കാലിൽ ലോക്ക് ഇട്ടിട്ട് ഇരിക്കാൻ പറ്റില്ല, എന്നുവെച്ചാൽ കാല് മടക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ശിക്ഷ. പിന്നെ 2 കൈയും ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് മുകളിൽ പിടിച്ച് കെട്ടിയിട്ടിട്ട് നിൽക്കും, അങ്ങനെ ഒരു ശിക്ഷ. പിന്നെ എണ്ണ ആട്ടിയെടുക്കാം. കൈയും കാലും ഒക്കെ ചങ്ങലക്കിട്ടിട്ട് കല്ലടിച്ചു പൊട്ടിക്കാം. വെള്ളം 2 ഗ്ലാസ് മാത്രമേ ഒരു ദിവസം കൊടുക്കുള്ളൂ, അത് റേഷനുണ്ട്. അതിൽ കൂടുതൽ ചോദിച്ചാൽ തല്ല് കിട്ടും. ഇതിന്റെ നടുവിലൊക്കെ ഇരുന്ന് കവിത എഴുതിയവരൊക്കെ ഉണ്ട്. അതിസുന്ദരമായ കവിതകളും നല്ല നല്ല കത്തുകളൊക്കെ അതിന്റെ ഉള്ളിൽ കൂടെ എഴുതി അയക്കുക, സ്നേഹം നിറഞ്ഞ കത്തുകളും. എങ്ങനെയാ സാധിക്കണം? വളരെ വിചിത്ര. കാരണം ആദ്യമൊക്കെ കുറെ ബുദ്ധിമുട്ടിയവര്, കഷ്ടപ്പെട്ടു. കുറെ കഴിയുമ്പോ അവര് ദേ ട്രാൻസെൻഡ് ദ ബോഡി. ഇനി ശരീരം ഇരിക്കില്ല, ബുദ്ധിമുട്ടും. ഇപ്പൊ നമുക്ക് എല്ലാം കിട്ടിയിട്ട് ആർ വി ഹാപ്പി? AC റൂമുണ്ട്, എപ്പോ വേണമെങ്കിൽ കിടക്കാം, ഒരു പണിയും എടുക്കണ്ട. അങ്ങനെയൊക്കെ സൗകര്യം ഉണ്ടായിട്ട് നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കും, മറ്റേ സൈഡ് ആലോചിച്ച് നോക്കും, നമുക്ക് സന്തോഷമാണോ? അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ശരീരത്തിന്റെ സൗഖ്യം നമുക്ക് സുഖം തരില്ല. അതേപോലെ തന്നെ ഒരു സമയം ശരീരം അത്യധികം ദുഃഖം തന്നാലും നമ്മൾക്ക് ദുഃഖവുമില്ല. പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് അത്യധികം സഹിക്കവയ്യാത്ത ശരീരവ്യാധി. ആദ്യമൊക്കെ കുറേയൊക്കെ വിഷമിക്കും, കുറച്ച് കഴിയുമ്പോ ദേ ട്രാൻസെൻഡ്. അത് കഴിഞ്ഞ് അതിന്റെ ഉള്ളിലിരുന്ന് ഇവര് സന്തോഷമായിട്ടിരിക്കും. കുറെ വിഷമിക്കും കുറച്ചു കാലത്തേക്ക്, കാരണം പഴകാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഒന്ന് പഴകിക്കഴിഞ്ഞാൽ പിന്നെ സന്തോഷമായി. വിശിഷ്ടാനുഭൂത്യാ വിശുദ്ധാത്മകത്വാത് തദേകോ വശിഷ്ട ശിവ. ആത്മാനുഭവം നമുക്കൊരിക്കലും നഷ്ടപ്പെടുന്നേയില്ല. നഷ്ടപ്പെട്ടിരിക്കണു എന്നൊരു തോന്നൽ മാത്രമാണ്. ആർക്കും ആത്മാനുഭവം നഷ്ടപ്പെടാനേ ഒക്കില്ല. നഷ്ടപ്പെട്ടിരിക്കണു എന്നുള്ള തോന്നലുണ്ടല്ലോ, ആ തോന്നല് മാറ്റാനാണ് ഈ ഗുരുശിഷ്യ സംവാദവും ശാസ്ത്രവിചാരവും ആത്മവിചാരവും ഒക്കെ തന്നെ. അജ്ഞാന നിരാകരണമാത്രം ബ്രഹ്മണി കർത്തവ്യം നതു ബ്രഹ്മജ്ഞാനേ യത്നഃ അത്യന്ത പ്രസിദ്ധത്വാത് സർവേഷാം. ആചാര്യസ്വാമികളുടെ ഗീതാഭാഷ്യമാണ്. അജ്ഞാന നിരാകരണം മാത്രം കർത്തവ്യം നതു ബ്രഹ്മജ്ഞാനേ യത്നഃ തത്തു സർവേഷാം പ്രസിദ്ധത്വാത്. എല്ലാവർക്കും ബ്രഹ്മജ്ഞാനം ബ്രഹ്മാനുഭവം എന്ന് പറയുന്നത് പ്രസിദ്ധമാണ്.
എല്ലാവരും ജ്ഞാനികളാണ്, അജ്ഞാനികളെ ഇല്ല. ജ്ഞാനം മാത്രമേ ഉള്ളൂ. சந்தேகமா இருக்கும். ஞானம் தான் இருக்கு. ஞானமாத்தான் இருக்கும், அஜ்ஞானமே இல்லை. அஜ்ஞானத்து கூட கனெக்ட் பண்ணிட்டோம்னா அஜ்ஞானம் இருக்கு. சரீரத்து கூட சம்பந்தப்படுத்தணும்னா சரி அஜ்ஞானம் இருக்கு. அந்த வியக்தி கூட சம்பந்தப்பட்டுன்னா அஜ்ஞானம் இருக்கு. ஆத்மாவை பார்த்தோம்னா பூர்ணமா இருக்கு. சுஷுப்தி நிலையை அதுக்குதான் இவ்வளவு வாட்டி சுஷுப்தி 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 காட்டினது என்னதுக்குனாக்கா the state where you remain without any touch with the personality. ഇത് നമ്മള് വിചാരം കൊണ്ട് ശ്രവണം ചെയ്തപ്പോ മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത് അതിനെ കണ്ട് 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 തെളിവാകണം. ഇത് ബുദ്ധിയിൽ നിൽക്കാൻ പാടില്ല. ഈ അറിവ് അനുഭവമുണ്ട് എങ്കിലും അനുഭവം വരണം. ഒരു വിരോധാഭാസം പോലെയാണത്. തെളിഞ്ഞ് 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 തെളിവാവണം. ശ്രവണാദിഭിരുദ്ദീപ്ത ജ്ഞാനാഗ്നി പരിപാകത. ശ്രവണാദിഭിരുദ്ദീപ്ത ജ്ഞാനാഗ്നി. ശ്രവണം കൊണ്ടിങ്ങനെ തേച്ച് തേച്ച് അരണിക്കോല് കടയണ പോലെയാണ് ഈ സത്സംഗം എന്ന് പറയണത്. കടഞ്ഞ് കടഞ്ഞ് തെളിഞ്ഞ് 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 നമ്മളുടെ ശ്രദ്ധയില് ഒരിക്കലും വിട്ടുപോകാതെ രാവും പകലും ആത്മാനുഭവം ഉണ്ടാവും. ന സാഖ്യം ന ശൈവം ന തത് പാഞ്ചരാത്രം ന ജൈനം ന മീമാംസകാദേഹ മതം വാ വിശിഷ്ടാനുഭൂത്യാ വിശുദ്ധാത്മകത്വാത് തദേകോ വശിഷ്ട ശിവ കേവലോഹം. വിശുദ്ധമായ നിത്യസിദ്ധമായ ബോധം നമ്മളുടെ സ്വരൂപമാണ് എന്നുള്ളതുകൊണ്ട് അതാണ് ഞാൻ. തദേകോ വശിഷ്ട ശിവ കേവലോഹം. ന ശുക്ലം ന കൃഷ്ണം ന രക്തം ന പീതം ന പീനം ന കുബ്ജം ന ഹ്രസ്വം ന ദീർഘം ന രൂപം തഥാ ജ്യോതി ആകാരകത്വാത് തദേകോ വശിഷ്ട ശിവ കേവലോഹം. ശുക്ലം എന്ന് വെച്ചാൽ വെളുപ്പ്, കൃഷ്ണം എന്ന് വെച്ചാൽ കറുപ്പ്, രക്തം ചുവപ്പ്, പീതം മഞ്ഞ, പീനം തടിച്ചത്, കുബ്ജം കൂനിയത്, ഹ്രസ്വം ചെറുതായിട്ടുള്ളത്, ദീർഘം നീണ്ടിട്ടുള്ളത്. ഇതൊന്നും ഞാനല്ല. ഈ എന്തിനാ ഈ വർണ്ണങ്ങളെയൊക്കെ പറയണത്? ഈ കളറൊക്കെ ഇപ്പൊ എന്തിനാ പറയണത്? പല തലത്തിൽ ഈ ശ്ലോകത്തിനെ എടുക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾക്ക് ശരീരാഭിമാനത്തിനോടുകൂടി ഇതൊക്കെ ചേർന്നിരിക്കാനുള്ള സ്വഭാവമാണ്. നമ്മളെ കണ്ട ആളുകൾ പറയും, ഇപ്പൊ വല്ലാതെ കറുത്തുപോയല്ലോ. കുറച്ചു ദിവസം പിന്നെ ഒരേ ഡൗൺ ആയി. കറുത്തുവോ? ഇനിയിപ്പോ എന്തൊക്കെ കളറാണ് തേക്കേണ്ടത് മുഖത്ത്? ഇപ്പൊ മുൻപ് ഉണ്ടായിരുന്ന പോലൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പൊ പിന്നെ ഭംഗി വരുത്താൻ എന്തൊക്കെ ചെയ്യണം?
അപ്പൊ വീണ്ടും വെളുക്കണോ? ന ശുക്ലം ന കൃഷ്ണം. അപ്പൊ ഓർത്തോളണം, ഞാൻ വെളുപ്പുമല്ല കറുപ്പുമല്ല. ന ശുക്ലം ന കൃഷ്ണം ന രക്തം ന പീതം ന കുബ്ജം ന പീനം ന ഹ്രസ്വം ന ദീർഘം. ദേവതകൾക്കൊക്കെ തന്നെ വർണ്ണങ്ങളുണ്ടല്ലോ. ചിലര് കറുത്ത വർണ്ണത്തോടു കൂടിയവരാണ്, ചിലര് വെളുത്ത വർണ്ണത്തോടു കൂടിയവരാണ്, ചിലര് ചുവന്ന വർണ്ണത്തോടു കൂടിയവരാണ്, ചിലര് മഞ്ഞ കളറോടു കൂടിയവരാണ്, ചിലര് ജ്യോതി രൂപത്തിലുള്ളവരാണ്. ഈ സത്യത്തിനെ ഏത് രൂപത്തിൽ ആരാധിക്കണമെന്നുള്ളത് ഉപാസനാമണ്ഡലത്തിൽ അവരവര് എവിടെ എവിടെ നിൽക്കണു അതിനനുസരിച്ച് ഒക്കെ കാണപ്പെടുന്നതുമാണ്. നമുക്ക് ഉപാധി സംബന്ധം ഉള്ളവരെ, മനസ്സ് ഉള്ളവരെ എന്തെങ്കിലുമൊക്കെ കളറും രൂപവും ഒക്കെ വരും. നമ്മളുടെ ഉള്ളിൽ ഈ കളറൊക്കെ മാനിഫെസ്റ്റ് ആവുന്നതാണ്. യോഗികൾ പറയണത് കുണ്ടലിനി ശക്തിയുടെ പ്രവാഹത്തിനനുസരിച്ച് ഉള്ളിൽ കളേഴ്സൊക്കെ വരും എന്നാണ്. ലളിതാ സഹസ്രനാമത്തില് ഇന്ന കളർ ഇന്ന കളറൊക്കെ പറയുന്നുണ്ട്. ഇന്ന ചക്രത്തിന് ഇന്ന കളർ. ഇതൊക്കെ തന്നെ യോഗമണ്ഡലത്തിൽ നമ്മൾ എവിടെ ഇരിക്കണോ അതിനനുസരിച്ച് കളറൊക്കെ മാനിഫെസ്റ്റ് ആവും. നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളുടെ ഇന്നർ ഫ്ലെയിമിന് എന്തെങ്കിലും ഒരു കളർ ഉണ്ടാവും. യോഗമണ്ഡലത്തില് ചുവന്ന കളറ്, മഞ്ഞ കളറ്, ശുഭ്രവർണം, നീലവർണം, നീലം കറുപ്പൊക്കെ ഒന്ന് തന്നെ. ഈ അവസ്ഥയ്ക്കനുസരിച്ചാണ് അവർ ഓരോ ദേവതകളോട് പ്രാമുഖ്യം കാണിക്കണതും ആഭിമുഖ്യം കാണിക്കണതും. വൈഷ്ണവമായിട്ടോ ശൈവമായിട്ടോ അവരേത് സ്റ്റേറ്റിൽ നിൽക്കുന്നു അതിനനുസരിച്ച് മനുഷ്യന് വാസനയ്ക്കനുസരിച്ച് വസ്തുക്കളോട് ആഭിമുഖ്യം കാണിക്കണ്ടല്ലോ. വിശക്കുമ്പോ ഭക്ഷണത്തിനോട് ആഭിമുഖ്യം കാണിക്കണ്ടല്ലോ. ഓരോന്നിന്റെ വാസനയ്ക്കനുസരിച്ച് അയാൾ അതാത് വസ്തുക്കളോട് പുറമേക്ക് ആഭിമുഖ്യം കാണിക്കുന്ന പോലെ തന്നെ ദേവതകളോടും ഇയാള് ഇരിക്കുന്ന സ്ഥിതിക്കനുസരിച്ച് ആഭിമുഖ്യം കാണിക്കും. അങ്ങനെയാണ് ഓരോരുത്തർക്ക് കാരണം ഇല്ലാതെ ഇന്ന ദേവതകളോട് പ്രിയം ഉണ്ടാവണത്. ലൗകികത്തിൽ നിന്ന് മേൽപോട്ട് പൊങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഏതെങ്കിലും ഒരു ദേവതയോട് പ്രിയം ഉണ്ടാവാണ് ഇയാൾക്ക്. കൃഷ്ണം, ശുക്ലം, പീതം, കുബ്ജം, ഏതെങ്കിലും ഒരു ദേവതയോട് ഇയാൾക്ക് പ്രിയം, ഏതെങ്കിലും ഒരു വസ്തുവിനോട് പ്രിയമൊക്കെ ഉണ്ടാവും. വിഷ്ണുവിനെ നമ്മൾ കൃഷ്ണവർണ്ണമായിട്ടും ശിവനെ രണ്ട് വിധത്തില്, ഒന്ന് പീതവർണ്ണമായിട്ടും ഒന്ന് ശുഭ്രവർണ്ണമായിട്ടും, ദേവിയെ രക്തവർണ്ണമായിട്ടും ഒക്കെ ഉപാസന മണ്ഡലത്തിലുള്ളതാണ് അല്ലേ. നോക്കൂ, ഈ ദേവതകളുടെ ഒക്കെ കളറാണത്. വിഷ്ണുവിന് കൃഷ്ണവർണ്ണം, ശിവന് ശുക്ലവർണ്ണവുമുണ്ട് പീതവർണ്ണവുമുണ്ട്, ദേവിക്ക് രക്തവർണം. ഇതൊക്കെ തന്നെ വളരെ സാധാരണമാണ്. ഇതൊക്കെ നമ്മൾ പുരാണങ്ങളിലും ധ്യാന ശ്ലോകങ്ങളും ഒക്കെ വർണ്ണിച്ച് കാണുന്ന കളേഴ്സാണ്. ഇതൊക്കെ നമ്മളുടെ മെന്റൽ സ്റ്റേറ്റ്സിന് അനുസരിച്ചാണ് ഇതിനോടൊക്കെ നമുക്ക് ഇഷ്ടം ഉണ്ടാവുന്നത്. ഇതൊക്കെ യോഗമാർഗമാണ്. നമ്മളിതിലേക്കൊന്നും അധികം പോണ്ട. അപ്പോ ജ്ഞാനത്തിലേക്ക് വരുമ്പോ ഇതിനൊന്നും പ്രാധാന്യമില്ലാതായിട്ട് തീരുന്നു. ന ശുക്ലം എന്നുവെച്ചാൽ അവിടെ ദൃശ്യമില്ല,
കേവല ചിത്സ്വരൂപമായ അനുഭവത്തിൽ ദൃശ്യം പൂർണ്ണമായും വിട്ടുപോകുമ്പോ ഈ യോഗ മണ്ഡലത്തിന്റെ അനുഭവങ്ങളൊക്കെ തന്നെ ആവരണം ഒഴിഞ്ഞു പോവുക. മേഘം മഴ ഒഴിഞ്ഞു പോകുന്ന പോലെ മറഞ്ഞു പോവാണ്. അറിയുക, അറിയപ്പെടുക, അറിയുന്നവൻ, അറിവ് എന്നുള്ള ത്രിപുടിയൊക്കെ പോയി. അപ്പൊ പിന്നെ കളറുടെ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ന ശുക്ലം ന കൃഷ്ണം ന രക്തം ന പീതം ന കുബ്ജം ന പീനം ന ഹ്രസ്വം ന ദീർഘം. ചെറുതാണോ വലുതാണോ ചോദ്യമൊന്നുമില്ല. ന രൂപം, അത് രൂപമേ അല്ല. പുറമേക്ക് രൂപങ്ങളുള്ള പോലെ ഉള്ളിലും രൂപങ്ങളാണ്. കളറും ഒരു രൂപമാണ്. ന ജ്യോതി, അപ്പൊ അതൊരു ജ്യോതിയാണോ? ജ്യോതിയുമല്ല. ചിലർക്ക് ജ്യോതിയൊക്കെ കണ്ടാൽ അത് ധ്യാനസുഖം ഉണ്ടാവും. രാമലിംഗസ്വാമികൾ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, രൂപത്തിനെ ആരാധിക്കരുത്, ജ്യോതിയെ ആരാധിക്കണമെന്ന് പറഞ്ഞ് അഗ്നി അതും ഒരു രൂപമാണ്. നമ്മൾ വിചാരിക്കുന്നത് ജ്യോതി ആരാധിച്ചാൽ സൺഡേ ഉണ്ടാവില്ല. അതിപ്പോ കുറെ കഴിഞ്ഞാൽ ഈ ജ്യോതിയെ മാത്രമേ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ബാക്കിയൊന്നും ആരാധിക്കരുത് എന്ന് മുഹമ്മദ് നബി പറഞ്ഞു. യേശു ക്രിസ്തു പറഞ്ഞു, കർത്താവ് ഒരാളേ ഉള്ളൂ. വൈഷ്ണവത്തിൽ പറഞ്ഞു വിഷ്ണു മാത്രമേ ഉള്ളൂ. ശൈവത്തിൽ പറഞ്ഞു ശിവൻ മാത്രമേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും അതും ഒരു തരത്തില് നമ്മൾക്ക് ആരാധന എന്ന് വരുമ്പോ രണ്ടുണ്ട്. അവിടെ രൂപമുണ്ട്. നമുക്ക് രൂപമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു രൂപം ഭാവന ചെയ്യും. ജ്യോതി എന്ന് പറഞ്ഞാൽ അതും രൂപമാണ്. നരൂപം തഥാ ജ്യോതിരാകാരകത്വാത്, ജ്യോതിയും ആകാരകത്വാത്, അതിനൊരു ആകാരം ഉണ്ടല്ലോ എന്നാണ്. തദേകോപശിഷ്ട ശിവ കേവലോഹം. ഇതൊന്നുമല്ലാതെ എല്ലാത്തിനെയും അല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചാൽ തള്ളാനും കൊള്ളാനും കഴിയാതെ അവശേഷിക്കുന്ന ശുദ്ധ ചിത്ത്, ശുദ്ധ പ്രജ്ഞ, ബോധം, അറിവ് യാതൊന്ന് അവശേഷിക്കുമോ ആ അറിവ്, ആ ജ്ഞപ്തി, ആ സത്ത. നരൂപം തഥാ ജ്യോതി. നോക്കൂ, ഓരോന്നിന്റെ അവസാനം ഒരു തീരുമാനം വരികയാണ്. അനൈകാന്തികത്വാ സുഷുപ്തിയേക സിദ്ധ അനാത്മാശ്രയോഹം അമാധ്യാസഹാനാത് സുഷുപ്തൗ നിരസ്താദി ശൂന്യാത്മകത്വാത് വിശിഷ്ടാനുഭൂത്യാ വിശുദ്ധാത്മകത്വാത് നരൂപം തഥാ ജ്യോതിരാകാരകത്വാത്. എല്ലാത്തിലും ഒരു പഞ്ചമി വരുന്നുണ്ട്. ത്വാത് എന്നുള്ള പഞ്ചമി വിഭക്തി എല്ലാത്തിലും കാരണം പറയാണ്. അനൈകാന്തികത്വാത് സുഷുപ്തിയേക സിദ്ധ അനാത്മാശ്രയോഹം അമാധ്യാസഹാനാത് സുഷുപ്തൗ നിരസ്താദി ശൂന്യാത്മകത്വാത് വിശിഷ്ടാനുഭൂത്യാ വിശുദ്ധാത്മകത്വാത് നരൂപം തഥാ ജ്യോതി ആകാരകത്വാത്. ജ്യോതിയുമല്ല, കാരണം അതിന് ആകാരമുണ്ട്. ആകാരം എന്ന് വെച്ചാൽ രൂപമുണ്ട്. വെളിച്ചത്തിനൊരു രൂപമുണ്ട്. കാണപ്പെടുന്നത് കണ്ണുകൊണ്ട് എന്ത് ഗ്രഹിക്കപ്പെടുവോ അത് രൂപമാണ്. അതാണ് നിയമം. രൂപം ദൃശ്യം ലോചനം ദൃക് തദ്ദൃശ്യം ദൃക്തുമാനസം ദൃശ്യാധീഹി വൃത്തയ സാക്ഷി ദൃഗേവ നതു ദൃശ്യത്തെ. പുറമേ കാണുന്ന രൂപം ദൃശ്യം, അതിനെ കാണുന്ന കണ്ണ് ലോചനം ദൃക്. ലോചനം അതിന്റെ ദ്രഷ്ടാവാണ്. തദ്ദൃശ്യം കണ്ണും ദൃശ്യമാണ്, മനസ്സ് ദൃക്കാണ്. തദ്ദൃശ്യം അതും ദൃശ്യമാണ്. ബുദ്ധി കാണുന്നു, അതിനെയും സാക്ഷിയായി നിന്ന് കാണുന്ന ഒന്നുണ്ടല്ലോ, നതു ദൃശ്യത, അത് കാണപ്പെടില്ല എന്നാണ്. അത് കാണപ്പെടില്ല, അത് സ്വയമേവ കാഴ്ചയും കാണപ്പെടുന്നവനും കാണലും ഒക്കെ ആയിട്ടുള്ള പ്രജ്ഞാനേത്രമാണ്. ന ശുക്ലം ന കൃഷ്ണം ന രക്തം ന പീതം ന കുബ്ജം ന പീനം ന ഹ്രസ്വം ന ദീർഘം. നമ്മളുടെ ശരീരത്തിനെ നിഷേധിക്കാനും ഈ ശ്ലോകം കൊള്ളാം. എപ്പോഴും ഓർക്കുകയാണ്, ഞാൻ വെളുത്തതല്ല, ഞാൻ കറുത്തതല്ല, ചുവന്നതല്ല, ഞാൻ കുള്ളമോ ഉയരം കൂടിയവനോ ഉയരം കുറഞ്ഞവനോ അല്ല,
നീളം കൂടിയവനോ നീളം കുറഞ്ഞവനോ അല്ല, സൗന്ദര്യമുള്ളവനോ സൗന്ദര്യമില്ലാത്തവനോ അല്ല. ഇതൊന്നും എന്റെ സ്വരൂപമല്ല. ഞാൻ നിത്യമായ പൂർണ്ണമായ വസ്തുവാണ്, ആത്മാവാണ്. സ്വയം പ്രകാശമാനമായ ചിത്താണ്, ചൈതന്യമാണ്. എല്ലാത്തിനെയും തള്ളിക്കളഞ്ഞാൽ തള്ളാൻ കഴിയാതെ അവശേഷിക്കുന്ന വസ്തുവാണ്. ഇതിനെ അറിയാൻ പുറമേ എന്തൊരു ശാസ്ത്രമാ വേണ്ട? നമുക്ക് എപ്പോഴും അനുഭവമുണ്ട്. ഈ അനുഭവത്തിനെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇത്ര സിമ്പിളായിട്ട് ആചാര്യസ്വാമികളുടെ ഒരു കൃതി. ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നമുക്ക് രസം തോന്നുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ദശശ്ലോകിക്ക് മധുസൂദന സരസ്വതി സ്വാമികൾ ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. സിദ്ധാന്ത ബിന്ദു എന്ന് പേരതിന്. അത് വായിച്ച മണ്ട പൊളിഞ്ഞു പോകും. അത്ര കൺഫ്യൂസാക്കി തർക്കം, തർക്കശാസ്ത്രമൊക്കെ പറഞ്ഞിട്ട് ആരുടെയൊക്കെയോ വാദങ്ങൾ നിരാകരണം ചെയ്യാൻ പൂർവപക്ഷം സിദ്ധാന്തം ഒക്കെ പറഞ്ഞ് കൺഫ്യൂഷനാണ്. വളരെ സിമ്പിളാണത്. ഇതില് വ്യാഖ്യാനിക്കാനേ ഒന്നുമില്ല. നമ്മളുടെ സ്വരൂപമാണത്. അതാണ് പറഞ്ഞ് ഇതിന് പുറത്തുനിന്നൊരു ശാസ്ത്രം പോലും വേണ്ട. എല്ലാവർക്കും അറിയുന്ന സ്വാനുഭവവേദ്യമാണത്. സിദ്ധാന്ത ബിന്ദു മധുസൂദന സരസ്വതി സ്വാമി എഴുതിയതിന്റെ ഉദ്ദേശം വേറെയാണ്. അദ്ദേഹം എഴുതിയത് പൂർവപക്ഷ സ്ഥാപന, സിദ്ധാന്തപക്ഷ സ്ഥാപന, പൂർവപക്ഷ നിരാകരണമൊക്കെ ഉദ്ദേശിച്ചാണ് എഴുതിയത്. പക്ഷെ അത് ഈ കൃതിയിൽ വേണ്ടിക്കിടന്നോ എന്നുള്ളത് എനിക്കൊരു സംശയമാണ് എപ്പോഴും. പക്ഷെ ഒന്നുണ്ട്, മധുസൂദന സരസ്വതി അത് എഴുതിയത് കൊണ്ട് തന്നെ നമുക്കറിയാം ദശശ്ലോകി എത്ര പ്രധാനമാണെന്ന്. ആചാര്യസ്വാമികളുടെ കൃതികളില് എത്ര പ്രാധാന്യം ഇതിനെ കൽപ്പിക്കേണ്ടിയിരിക്കണമെന്നുള്ളതും അതുകൊണ്ടറിയാം. ഈ 10 ശ്ലോകം നല്ലവണ്ണം മനനം ചെയ്താൽ മതി എന്ന് ആചാര്യസ്വാമികൾ തന്നെ പറഞ്ഞു എന്നാണ് കഥ. അദ്വൈതം എന്താണ്, വേദാന്തം എന്താണ്, ആത്മവിദ്യ എന്താണെന്ന് അറിയാൻ ഇത് മതി എന്നാണ് ഈ നിർവാണദശകം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.